السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله أما بعد. റൗളത്തുൽ ഇൽമിലെ ബഹുമാനരായ പണ്ഡിതന്മാരെ, അസ്സമാഇലുൽ മുഹമ്മദിയ പാർട്ട് 11. ബാബു മാ ജാഅ ഫീ ലിബാസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ലിബാസ്, അവിടുന്ന് ധരിക്കുന്ന വസ്ത്രത്തെ പരാമർശിക്കുന്ന ഹദീസുകൾ. حدثنا محمد بن حميد الرازي قال حدثنا الفضل بن موسى وأبو طميلة وزيد بن حباب عن عبد المؤمن بن خالد عن عبد الله بن بريدة عن أم سلمة أنها قالت رضي الله عنها وعنهم. അവർ പറയുന്നു, കാന അഹബ്ബു സിയാബി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഖമീസ. ഇനി കാന അഹബ്ബ സിയാബി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഖമീസു, അങ്ങനെയും വായിക്കാം. വസ്ത്രങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുള്ള ഏറ്റവും ഇഷ്ടമുള്ളതായിരുന്നു അൽ ഖമീസ, ഖമീസായിരുന്നു, നീളക്കുപ്പായമായിരുന്നു. ഇവിടെ 3 ഹദീസുകൾ ഈ ഖമീസിൻ്റെ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അടുത്തത് ഹദ്ദസന അലി ബിനു ഹുജ്രിൻ ഖാല ഹദ്ദസന അൽ ഫദ്ൽ ബിനു മൂസ അൻ അബ്ദുൽ മുഅ്മിൻ ബിൻ ഖാലിദ് അൻ അബ്ദുല്ലാഹി ബിൻ ബുറൈദത അൻ ഉമ്മി സലമത അന്നഹ ഖാലത്ത് കാന അഹബ്ബു സിയാബി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഖമീസ. അടുത്തത് അൻ അബ്ദുല്ലാഹി ബിൻ ബുറൈദത അൻ ഉമ്മിഹി അൻ ഉമ്മി സലമത കാന അഹബ്ബു സിയാബി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൽബസുഹുൽ ഖമീസ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കൊള്ള വസ്ത്രങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ളതായിരുന്നു യൽബസുഹു. നബി തങ്ങൾ തന്നെ അതിനെ ധരിക്കുന്നവരായ നിലക്ക് അൽ ഖമീസ, നീളക്കുപ്പായമായിരുന്നു. ധരിക്കുന്നവരായ നിലക്ക് എന്ന് പറയുമ്പോൾ ധരിക്കലല്ലാതെ വിരിക്കൽ പോലെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് എന്നല്ല, ധരിക്കുന്ന വസ്ത്രങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ളത് റസൂലുള്ളാഹിക്ക് നീളക്കുപ്പായമായിരുന്നു. ഖമീസ് എന്നുള്ളതിൻ്റെ ഭാഷാപരമായ അർത്ഥം കുപ്പായം, നീളക്കുപ്പായം എന്നൊക്കെയാണ്. അതിൻ്റെ നിർവചനം വൽ ഖമീസു ഇസ്മുൽ ലിമാ യുൽബസു മിനൽ മഖീത്ത്, ചുറ്റിത്തുന്നപ്പെട്ട ഒരു ധരിക്കപ്പെടുന്ന വസ്ത്രം, അതിൻ്റെ പേരാണ്. അല്ലദീ ലഹു കുമ്മാനി, അതിന് 2 കപ്പുണ്ട്, കഫ്. വ ജൈബുൻ, ജൈബുമുണ്ട്, അതിന് കോളറുമുണ്ട്. യുൽബസു തഹത്ത സിയാബി, വസ്ത്രങ്ങൾക്ക് താഴെയാണ് അതിനെ ധരിക്കപ്പെടുക. വലായകൂനു മിൻ സൂഫിൻ, അത് രോമത്തിനാലുള്ളതും അല്ല. അപ്പോൾ വസ്ത്രങ്ങൾക്ക് താഴെ ധരിക്കപ്പെടുന്ന ഒരു നീളക്കുപ്പായം, അപ്പോൾ വേറെ വസ്ത്രങ്ങളും കൂടി ധരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് താഴെ ധരിച്ച് മേലെ വേറെ വസ്ത്രങ്ങൾ ചുറ്റലായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇത് മാത്രം ധരിക്കുമ്പോൾ പിന്നെ വേറെ പറയാനില്ലല്ലോ, ആ അർത്ഥത്തിലായിരിക്കണം. നമ്മുടെ നാടുകളിൽ വസ്ത്രങ്ങളുടെ മേലെയായിട്ടാണ് ഇതിനെ ധരിക്കാറുള്ളതും. വൈന്നമ കാന അഹബ്ബ ഇലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ വസ്ത്രം റസൂലുള്ളാഹിനെ കൊള്ള ഏറ്റവും ഇഷ്ടമുള്ളതായത് ലി അന്നഹു അസ്തറു ലിൽ ബദനി മിൻ ഗൈരിഹി, മറ്റുള്ളതിനേക്കാളൊക്കെ ശരീരത്തെ കൂടുതൽ മറക്കുന്നത് ഇതാണ്.
വലിയ അന്നഹു അഖഫു അലൽ ബദനി, ശരീരത്തിൻ്റെ മേൽ വളരെ നേരിയതുമാണ് ഇത്. വലാബിസുഹു അഖല്ലു തകബ്ബുറൻ മിൻ ലാബിസി ഗൈരിഹി, മറ്റു വസ്ത്രങ്ങൾ ധരിക്കുന്നവരെക്കാണൊക്കെ അഹങ്കാരം കുറവാണ് ഇത് ധരിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ ഇതാണ് നീളക്കുപ്പായത്തിൻ്റെ ആ റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ളതാവാനുള്ള കാരണം. വഖദ് വറദ അന്നൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യകുൻ ലഹു സിവാ ഖമീസിൻ വാഹിദിൻ, റസൂലുള്ളാഹിക്ക് ഒറ്റ ഖമീസ് അല്ലാതെ ഉണ്ടായിരുന്നില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ഒറ്റ ഖമീസുമായിട്ടാണ് ഉണ്ടായിരുന്നത്. റസൂലുള്ളാഹിൻ്റെ മൊത്തത്തിലുള്ള വിഷയങ്ങൾ കാണാൻ കഴിയും. ആയിഷ ബീവിയെ തൊട്ട് രാവിലെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വൈകുന്നേരത്തേക്കുള്ളതുണ്ടാവില്ല, വൈകുന്നേരം കഴിക്കുമ്പോൾ രാവിലേക്കുള്ളതുണ്ടാവില്ല. അതുപോലെ തന്നെ വലത്തഖദ മിൻ ഷൈഇൻ സൗജൈനി, ഒറ്റ വസ്തും രണ്ട് ജോഡി റസൂലുള്ളാഹിക്ക് ഉണ്ടാവാറില്ല. ലാ ഖമീസൈനി വലാ റിദാഐനി വലാ ഇസാറൈനി, രണ്ട് നീളക്കുപ്പായല്ല, രണ്ട് മേൽത്തട്ടല്ല, രണ്ട് അരയുടുപ്പില്ല. വലാ സൗജൈനി മിനൻ നിആരി, ചെരുപ്പിൻ്റെ രണ്ട് ജോഡി പോലും റസൂലുള്ളാഹിക്കില്ല, ഒരു ജോഡി ചെരുപ്പുണ്ടായിരുന്നുള്ളൂ. ഹാസിയത്തുൽ ബാജൂരി. അപ്പോൾ ഈ രീതിയിലാണ്, ലളിതമാണ് റസൂലുള്ളാഹിൻ്റെ വസ്ത്ര രീതി എന്നർത്ഥം. ഇവിടെ വസ്ത്രങ്ങളിൽ ഏറ്റവും റസൂലുള്ളാഹിക്ക് ഇഷ്ടമുള്ളത് ഖമീസായിരുന്നു എന്നാണ്. ഇനി റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതായിരുന്നു ഹിബറത്ത് എന്ന് കാണാൻ കഴിയും. അവിടെ മേൽത്തട്ടമായി ഉപയോഗിക്കുന്നതിൽ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഹിബറത്തായിരുന്നു എന്ന ഒരു അർത്ഥ കൽപ്പന, ഒരു വിശദീകരണമാണ് ഇവിടെ നൽകപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ ഹദീസുകൾ തമ്മിൽ വൈരുദ്ധ്യം വരികയില്ല എന്ന്. ഒരു വസ്ത്രമായി ധരിക്കുന്നതിൽ ഇഷ്ടമുള്ളത് ഖമീസായിരുന്നുവെന്നും മേൽത്തട്ടമായി ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് ഹിബറത്തായിരുന്നു എന്നും അങ്ങനെയുള്ളൊരു വിശദീകരണം. ഇനി ഖാല അബൂ ഈസ എന്നവർ പറഞ്ഞു. ഖാല എന്ന് പറഞ്ഞാൽ അബൂ ഈസ എന്നവരാണ് ഇവിടെ ഉദ്ദേശം. ഇമാം തുർമുദി. ഹാകദ ഖാല സിയാദ് ബിനു അയ്യൂബ ഫി ഹദീസിഹി അൻ അബ്ദുല്ലാഹി ബിൻ ബുറൈദത അൻ ഉമ്മിഹി അൻ ഉമ്മി സലമത. ഇപ്രകാരം സിയാദ് ബിൻ അയ്യൂബ് റിവായത്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. വഹാകദ റവാ ഗൈറു വാഹിദിൻ, ഇപ്രകാരം തന്നെ കുറേ പണ്ഡിതന്മാർ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അൻ അബി തുമൈലത്ത മിസ്ര റിവായത്ത് സിയാദ് ബിൻ അയ്യൂബ, സിയാദ് ബിൻ അയ്യൂബ് എന്നവർ റിവായത്ത് ചെയ്തതുപോലെ തന്നെ. അബൂ തുമൈലത്ത് എന്നവർ യസീദു ഫി ഹാദൽ ഹദീസി അൻ ഉമ്മിഹി, ഈ ഹദീസിൽ തൻ്റെ ഉമ്മയെ തൊട്ട് അധികമാക്കുന്നു. വഹുവ അസഹു എന്നതിനെ അധികമാക്കുന്നുണ്ട്. ഈ ഹദീസ് അസഹായ ഹദീസാണ് എന്നുള്ള ആ ഒരു വാചകത്തെ. റുസ്ഖ് എന്ന് പറയുന്നത് ഹുവ മഫ്സലും മാ ബൈനൽ കഫി വസ്സാഇദി മിനൽ ഇൻസാൻ, തണ്ടം കയ്യിൻ്റെയും മുൻകൈയിൻ്റെയും ഇടയിലുള്ള ആ കെണുപ്പാണ് റുസ്ഖ് എന്ന് പറയുന്നത്, മണിബന്ധം. വഹിക്മത്തു കൗനിഹി ഇല റുസ്ഖി അന്നഹു ഇൻ ജാവസൽ യദ മനഅ ലാബിസഹു സുർഅത്തൽ ഹർക്കത്തി വൽ ബത്ഷി. ഇത് ഈ റുസ്ഖ്
വരെയാണെന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് അങ്ങോട്ട് വിട്ട് കടന്നു കഴിഞ്ഞാൽ അത് ധരിക്കുന്ന ആൾക്ക് വേഗത്തിൽ കൈകൊണ്ടുള്ളതായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തടസ്സമായി വരും എന്നാണ്. ഇനി ഈ മണിബന്ധത്തിനേക്കാൾ ചുരുങ്ങി വന്നാലോ, വൈൻ ഖസുറാനി റുസ്ഖി തഅദ്ദ സാഇദ ബിബുറൂസിഹി ലിൽ ഹർരി വൽ ബർദി, തണുപ്പ് ചൂടിലേക്കൊക്കെ അത് വെളിവാകൽ കൊണ്ട് തണ്ടം കയ്യിന് പ്രയാസം വരികയും ചെയ്യും. അപ്പോൾ ഫകാന ജഅലുഹു ഇല റുസ്ഖി വസ്തൻ, അപ്പോൾ റുസ്ഖ് വരെ ആക്കുക എന്നുള്ളതൊരു മധ്യനിലയാണ്. വ ഖൈറുൽ ഉമൂരി ഔസാതുഹ വലാ യുആരിദു ഹാദിഹി റിവായത്തു റിവായത്ത അസ്ഫല മിനർ റുസ്ഖി, റുസ്ഖിനേക്കാൾ താഴെ ആയിരുന്നു റസൂലുള്ളാഹിന്റെ കഫ് എന്ന ചില റിവായത്തുകൾ വന്നിട്ടുണ്ട്. ആ റിവായത്ത് ഇതിനോടെതിരല്ല. ലിഅന്നൽ കുമ്മ ഹാല ജിദ്ദത്തിഹി യകൂനു തവീലൻ ലിഅദമി തസന്നീഹി, ഒരു കുപ്പായത്തിൻ്റെ കഫെന്ന് പറയുന്നത് ആ വസ്ത്രത്തിൻ്റെ പുതുക്കഘട്ടത്തിൽ അത് നീണ്ടതേക്കാറും, കാരണം അത് ചുരുളാത്തത് കൊണ്ടിട്ട്. വൈദാ ബഅദൻ ദാലിക യകൂനു ഖസീറൻ ലിതസന്നീഹി, പുതുമയൊക്കെ നഷ്ടപ്പെട്ട് കുറച്ചൊന്നാൾ പഴകി വരുമ്പോൾ ഈ കുപ്പായം ചുരുങ്ങി അത് ചുരുങ്ങിയതാവും, ഒന്നും കൂടി ചുരുങ്ങും. അപ്പോൾ ഈ പുതിയ അവസ്ഥയിൽ കുപ്പായക്കപ്പിൻ്റെ ആ രീതി കണ്ട് അങ്ങനെ പറഞ്ഞതാണ് ആ റിവായത്തിലൊക്കെ എന്നർത്ഥം. അതുപോലെ തന്നെ വറദ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യൽബസു ഖമീസൻ വ കാന ഫൗഖൽ കഅബൈനി, രണ്ട് ഞെരിയാണിയുടെ മേലെയായിരുന്നു ഈ ഖമീസ്. വ കാന കുമ്മാഹു മഅൽ അസാബിഇ, അതിൻ്റെ രണ്ട് കഫുകൾ വിരലിൻ്റെ കൂടെയായിരുന്നു, വിരലോട് കൂടെയായിരുന്നു. അപ്പോൾ വജമഅ ബഅദുഹും ബൈന ഹാദാ ബൈന ഹദീസിൽ ബാബി ബി അന്ന ഹാദാ കാന യൽബസുഹു ഫിൽ ഹദരി വദാക ഫിസ് സഫരി, ഇത് നാട്ടിലാവുന്ന സമയത്ത് ധരിക്കുന്നതാണ്, മറ്റേത് യാത്രഘട്ടത്തിൽ ധരിക്കുന്നതാണ്. യാത്രയിൽ ധരിക്കുമ്പോൾ ചൂടും തണുപ്പൊക്കെ തട്ടാതിരിക്കാൻ കുറച്ചും കൂടി താഴ്ത്തി ഇട്ടിരുന്നു വിരൽ വരക്കെ. അതുകൊണ്ടാണ് അങ്ങനെ വ്യത്യസ്തമായ റിവായത്തുകളിൽ വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അബി സഈദ് ബിൻ മൻസൂർ എന്നവരും അതുപോലെ തന്നെ ഇമാം ബൈഹഖി തങ്ങളൊക്കെ അലി റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസുണ്ട്. അന്നഹു കാന യൽബസുൽ ഖമീസ, റസൂലുള്ള ഖമീസിനെ ധരിച്ചിരുന്നു. ഹത്താ ഇദാ ബലഗൽ അസാബിഅ, ആ ഖമീസിൻ്റെ കഫ് വിരലുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഖതഅ മാ ഫദല, ആ അധികമുള്ളത് റസൂലുള്ള മുറിച്ചു കളയുമായിരുന്നു. വയഖൂലു ലാ ഫദല ലിൽ കുമ്മൈനി അലൽ അസാബിഇ, വിരലുകളെക്കാണ് രണ്ട് കുമ്മിന് പ്രത്യേകിച്ച് ശ്രേഷ്ഠതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അധികം മുറിച്ചു കളയും. അപ്പം അങ്ങനെയാണ് റസൂല ചെയ്തിരുന്നത്. حدثنا عبد الله بن محمد بن الحجاج قال حدثنا معاذ بن هشام قال حدثني أبي عن بديل يعني ഇബ്നു മൈസറത്തുൽ ഉഖൈലി. ബുദൈൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബ്നു മൈസറത്തുൽ ഉഖൈലി എന്നവരെയാണ്. അവരെ ഷഹീദ് ബിൻ ഹൗശബിൻ അൻ അസ്മാ ബിൻത് യസീദ റളിയല്ലാഹു അൻഹാ വ അൻഹും അൻഹ ഖാലത്ത്, അവർ പറയാണ് കാന കുമ്മു ഖമീസി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലർ റുസ്ഖി, റസൂലുള്ളാഹിന്റെ ഖമീസിൻ്റെ കപ്പ് ആയിരുന്നു റുസ്ഖ് വരെയായിരുന്നു, മണിബന്ധം വരെ ആയിരുന്നു. അപ്പോൾ മണിബന്ധം കൂടി മറയുന്ന വിധത്തിൽ ആയിരുന്നു റസൂലുള്ളാഹിന്റെ കപ്പ്. حدثنا عبد بن حميد قال حدثنا محمد بن الفضل قال حدثنا حماد بن سلمة عن حبيب بن الشهيد
അനിൽ ഹസനിയൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയം നബി തങ്ങൾ ഖറജ റസൂലുള്ള പുറപ്പെട്ടു വഹുവ യത്തക്കിഉ അലാ ഉസാമത്ത് ബിൻ സെയ്ദിൻ റസൂലുള്ള ഉസാമത്ത് ബിൻ സെയ്ദ് എന്നവരുടെ മേൽ ചാരിക്കൊണ്ടാണ് വന്നത്. ഉസാമത്ത് ബിൻ സെയ്ദിൻ്റെ മേൽ ചാരി അവലംബിച്ച വന്നത് വയ്യാത്ത ഒരവസ്ഥയിൽ. അലൈഹി സൗബുൻ ഖിത്രിയുൻ റസൂലുള്ളാഹിന്റെ മേൽ ഒരു ഖിത്രിയായ വസ്ത്രമുണ്ട്. ഖദ് തവസ്സഹ ബിഹി ഫസല്ല ബിഹിം റസൂലുള്ളാഹ് ആ വസ്ത്രം തൻ്റെ പെരടിയുടെ മേൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ ജനങ്ങളെ കൊണ്ട് റസൂലുള്ളാഹ് നമസ്കരിച്ചു. ഖിത്രിയായ വസ്ത്രം എന്ന് പറയുന്നത് ഖിത്രിയ നൗഉം മിനൽ ബുറൂദിൽ യമനിയത്തി യുത്തഖദു മിൻ ഖുത്നിൻ ഖുത്നിനാൽ ഉണ്ടാക്കപ്പെടുന്ന ഒരു യമനി വരയുള്ള വസ്ത്രമാണ്. യമനിയായ ഒരു വരയുള്ള വസ്ത്രം. വഫീഹി ഉംറത്തുൻ വഅലാമുൻ മാ ഖുസൂനത്തിൻ അതിൽ വരകളും ചുവപ്പുണ്ട് വരകളും ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വസ്ത്രമായിരുന്നു അത്. അടുത്ത ഹദീസ് ഹദ്ദസന അബു അമ്മാരിനിൽ ഹുസൈൻ ബിൻ ഹുറൈസ് ഖാല حدثنا أبو نعيم قال حدثنا زهير عن عروة بن عبد الله بن قشير عن معاوية بن قرة عن أبيه أنه قال أتيت رسول الله صلى الله عليه وسلم മുആവിയത്ത് ബിൻ ഖുറത്ത് എന്നവർ തൻ്റെ പിതാവിനെ തൊട്ട് ഖുറത്ത് എന്നവരെ തൊട്ട് അവർ പറയാണ് അതൈത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂലിലേക്ക് ഞാൻ ചെന്നു ഫി റഹ്തിൻ മിൻ മുസൈനത്ത് കബീലയിൽപ്പെട്ട മുളറിൽപ്പെട്ട ഒരു മുളർ ഗോത്രത്തിലെ ഒരു കബീലയാണ് മുസൈനത്ത്. അവരിൽ നിന്നുള്ള 10 മുതൽ 40 വരെ അടങ്ങുന്ന ഒരു സംഘത്തിലായി ഞാൻ റസൂലുള്ളാഹിയിലേക്ക് ചെന്നു. ലിനുബായിഅഹു ഞങ്ങൾ റസൂലുള്ളാഹിനോട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എത്രത്തിൽ ഇന്ന ഖമീസഹു ലമുത്ലഖുൻ റസൂലുള്ളാഹിൻ്റെ ഖമീസ് മുത്ലഖാണ്. ഔഖാല സിർറു ഖമീസിഹി മുത്ലഖുൻ അതല്ലെങ്കിൽ അവർ പറഞ്ഞത് പൂർവ്വത്തുനിന്നവർ പറഞ്ഞത് റസൂലുള്ളാഹിൻ്റെ ഖമീസിൻ്റെ സിർറ് കുടുക്ക് മുത്ലഖാണ് എന്ന് പറഞ്ഞാൽ ഗൈറു മസ്റൂരിൻ ബൽ മഹ്ലൂലുൻ കുടുക്ക് ഇട്ടിട്ടില്ല, അത് അഴിച്ചിട്ടിക്കാണ്. ഖമീസിൻ്റെ കുടുക്ക് അഴിച്ചിട്ടിക്കാണ്. കാല അവർ പറയാണ് ഫഅദ്ഖൽതു യദി ഫി ജൈബി ഖമീസിഹി അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ആ ഖമീസിൻ്റെ ജൈബിൻ്റെ കോളറിൻ്റെ ഭാഗത്തിലൂടെ ഞാൻ എൻ്റെ കയ്യിനെ പ്രവേശിപ്പിച്ചു. അങ്ങനെ ഫമസസ്തു അതല്ലെങ്കിൽ ഫമസിസ്തുൽ ഖാത്തമ റസൂലുള്ളാഹിൻ്റെ ആ ഖാത്തമിനെ ഞാൻ എന്ത് ചെയ്തു? സ്പർശിച്ചു, തൊട്ടു. അങ്ങനെയാണ്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഖമീസ് കുടുക്കിടാതെ ബന്ധിക്കാതെ അഴിച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ ഈ കോളറിൻ്റെ ഭാഗത്തിലൂടെ കൈയിട്ട് റസൂലുള്ളാഹിൻ്റെ ഖാത്തമുൻ നുബുവത്തിനെ ഞാൻ സ്പർശിച്ചു, ഞാൻ തൊട്ടു എന്നവർ പറഞ്ഞു. റസൂലുള്ളാഹ് പെരടിയുടെ മേൽ ആ വസ്ത്രത്തെ വെച്ചിട്ടുണ്ട്. കതവസ്സഹ ബിഹി എന്ന് പറഞ്ഞാൽ വളഅഹു ഫൗക ആതിഖൈഹി റസൂലുള്ളാഹിന്റെ 2 ചുമലിൻ്റെ മേൽ അതിനെ വെച്ചിരിക്കുന്നു. അതല്ലെങ്കിൽ അവിൽ തബഅ ബിഹി കൽ മുഹരിമിനെ പോലെ ഇൽത്തിബാഅ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ
ഇൽത്തിബാഇന്റെ രൂപത്തിൽ നമസ്കാരം കറാഹത്താണ് എന്നാണല്ലോ ശാഫിഈ മദ്ഹബിലെ ഹുക്മ്. അപ്പോൾ റസൂലുള്ളാഹ് ആ രീതിയിൽ നമസ്കരിച്ചു എന്ന് പറയുമ്പോൾ അതിന് വിരോധമില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ ചെയ്യുന്നത് അത് ജവാസിനെ ബയാൻ ചെയ്യാൻ വേണ്ടിയാണ്. കറാഹത്തായ ഒരു വിഷയം തന്നെ റസൂലുള്ളാഹ് ജവാസിനെ ബയാൻ ചെയ്യാൻ വേണ്ടി ചെയ്യുമ്പോൾ വലായക്കൂനു മക്രൂഹത്തൻ ഫി ഹഖ്ഖിഹി, റസൂലുള്ളാഹിൻ്റെ ഭാഗം ചേർത്ത് നോക്കുമ്പോൾ അത് കറാഹത്തല്ല. ബൽ യുസാബു അലൈഹി സവാബൽ വാജിബി, റസൂലുള്ളാഹിക്ക് നിർബന്ധത്തിൻ്റെ പ്രതിഫലമാണ് നൽകപ്പെടുക. കാരണം റസൂലുള്ളാഹിക്ക് തശ്രീഇന് വേണ്ടി ഇങ്ങനെ ജവാസാണ് ജായിസാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കുക, ശർഇൻ്റെ നിയമം പഠിപ്പിച്ചു കൊടുക്കുക എന്ന നിലക്ക് റസൂലുള്ളാഹിക്ക് അത് കാണിച്ചു കൊടുക്കൽ വുജൂബാണ്. കറാഹത്ത് എന്ന് നമുക്ക് ഹുക്കുമുണ്ടെങ്കിൽ പോലും. അപ്പം അതുകൊണ്ട് റസൂലുള്ളാഹ് കറാഹത്ത് ചെയ്ത് നമസ്കരിച്ചു എന്ന് പറയുന്നത് ശരിയല്ല. അപ്പോൾ അങ്ങനെയും ഇൽത്തിബാഇ മോഡലായി റസൂലുള്ളാഹ് അതിനെ ഇട്ടുകൊണ്ട് നമസ്കരിച്ചു എന്നർത്ഥം പറഞ്ഞവരും ഉണ്ട്. وقال عبد بن حميد قال محمد بن الفضل സഅലനി യഹ്യ ബിനു മഈൻ, അവർ പറയാണ് എന്നോട് യഹ്യ ബിനു മഈൻ ചോദിച്ചു, അൻ ഹാദൽ ഹദീസ്, ഈ ഹദീസിനെ സംബന്ധിച്ച്. ഈ ഹദീസ് എന്ന് പറഞ്ഞാൽ വഹുവ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖറജ വഹുവ യത്തഖിഉ, റസൂലുള്ളാഹ് ബഹുമാനപ്പെട്ട ഉസാമത്തിൻ്റെ മേൽ ചാരണം കൊണ്ടുകൊണ്ട് പുറപ്പെട്ടു എന്ന് പറയുന്ന ഹദീസിനെ സംബന്ധിച്ച് യഹ്യ ബിനു മഈൻ എന്നവർ എന്നോട് ചോദിച്ചു. അവലമ ജലസ ഇലയ്യ, എന്നിലേക്ക് അദ്ദേഹം ആദ്യമായി ഇരുന്ന സന്ദർഭത്തിൽ. ഫഖുൽതു, ഞാൻ പറഞ്ഞു, ഹദ്ദസന ഹമ്മാദ് ബിനു സലമത്ത, എന്നോട് ഹമ്മാദ് ബിൻ സലമത്ത് എന്നവർ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. ഫഖാല, അപ്പോൾ ഈ യഹ്യ ബിനു മഈൻ എന്നവർ എന്നോട് പറഞ്ഞു, ലൗകാന മിൻ കിതാബിക, ഇത് നിങ്ങളുടെ ആ കിതാബിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ, നിങ്ങൾ എന്നോട് ഈ ഹദീസ് പറയുന്നത് ലൗകാന തഹദീസുക ഇയ്യായ മിൻ കിതാബിക, നിങ്ങളുടെ ഈ ഹദീസ് പറയൽ, എന്നോട് ഈ ഹദീസ് പറയുന്നത് നിങ്ങൾ എഴുതി വച്ച ഗ്രന്ഥത്തിൽ നിന്നായിരുന്നെങ്കിൽ ലകാന അഹ്സന, അത് വളരെ നന്നായിരുന്നു, ലിമാ ഫീഹി മിൻ സിയാദത്തി തവസ്സുഖി വ തസബ്ബുതി, അങ്ങനെയാവുമ്പോൾ കൂടുതൽ ഒരു ദൃഢത അതുകൊണ്ട് കൈവരും എന്ന് പറഞ്ഞു. ഫഖുംതു ലി ഉഖ്രിജ കിതാബി, അപ്പം ഞാൻ എൻ്റെ ആ എഴുതി വെച്ച കിതാബ് പുറപ്പെടുവിക്കാൻ വേണ്ടി എഴുന്നേറ്റപ്പോൾ ഫഖബള അലാ സൗബി, ഈ യഹ്യ ബിനു മഈൻ എന്നവർ എൻ്റെ വസ്ത്രത്തിൻ്റെ മേൽ പിടിച്ചു. സുമ്മ ഖാല, എന്നിട്ട് പറഞ്ഞു, അംലിഹി അലയ്യ, എൻ്റെ മേൽ നിങ്ങൾ നിങ്ങളുടെ ഹിഫ്ദിൽ നിന്നെടുത്ത് അതിനെ ഓതിത്തരുക. ഇഖ്റഉഹു അലയ്യ മിൻ ഹിഫ്ദിക, നിങ്ങളുടെ ഹിഫ്ദിൽ നിന്ന്, കിതാബൊന്നും ഇപ്പോൾ കൊണ്ടുവരണ്ട, നിങ്ങളുടെ ഹിഫ്ദിൽ നിന്ന് തന്നെ, മനപ്പാടത്തിൽ നിന്ന് തന്നെ എനിക്കത് ഓതിത്തരൂ. ഫഇന്നി അഖാഫു അല്ല അൽഖാക, കാരണം ഞാൻ ഭയപ്പെടുന്നു നിങ്ങളെ ഞാൻ കണ്ടുമുട്ടൂലേ എന്ന്. അതായത് സാനിയൻ ലിമാനിഇ മിനൽ മവാനിഇ, എന്തെങ്കിലും തടസ്സം നേരിട്ട് നിങ്ങൾ കിതാബ് എടുക്കാൻ പോയി പിന്നെ വന്നില്ലെങ്കിലോ, മിൻഹു മൗത്തു അഹദിഹിമ, ആ തടസ്സങ്ങളിൽ പെട്ടതാണ് രണ്ടാമതൊരാൾ മരിക്കുക. അതായത് ഇപ്പം നിങ്ങൾ എൻ്റെ മുന്നിലുണ്ട്, വേഗം പറഞ്ഞു തരും, നിങ്ങളിപ്പോൾ പോയാൽ പിന്നെ വന്നില്ലെങ്കിലോ, ഞാനോ നിങ്ങളോ മരിച്ചാൽ പിന്നെ അത് കിട്ടൂലല്ലോ. അപ്പം അതുകൊണ്ട് നിങ്ങളിപ്പോൾ മനപ്പാടത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പറഞ്ഞു തരുക. കാല, അവർ പറയാണ്, ഇപ്പം അംലൈതുഹു അലൈഹി, ഞാൻ അവരുടെ മേൽ അതിനെ എൻ്റെ ഹിഫ്ദിൽ നിന്ന് ഓതിക്കൊടുത്തു.
സുമ്മ അഖ്റജ്തു കിതാബി ഫഖറത്തു അലൈഹി, പിന്നെ ഞാൻ എൻ്റെ കിതാബിനെ പുറപ്പെടുവിച്ചു, അത് കൊണ്ടുവന്നു. ഫഖറത്തു അലൈഹി, ആ കിതാബ് നോക്കി അവരുടെ മേൽ ഞാൻ അതിനെ ഓതിക്കൊടുത്തു എന്നാണ്. ആദ്യം ഹിഫ്ദിൽ നിന്ന് ഓതി, പിന്നെ കിതാബിൽ നിന്ന് ഓതിക്കൊടുത്തു രണ്ടാം പ്രാവശ്യം. അപ്പം ഈ ഇൽമിലുള്ള ഹിർസാണ്, അത് നഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ടാണ് അത് കിതാബ് പോലും എടുക്കാൻ സമ്മതിക്കാതെ പെട്ടെന്ന് ആദ്യം ഹിഫ്ദിൽ നിന്ന് പറഞ്ഞു തരുക, ശേഷം പിന്നെ നിങ്ങൾ കിതാബ് കൊണ്ടുവന്ന് പറഞ്ഞു തന്നാൽ മതി എന്ന അർത്ഥത്തിൽ പറഞ്ഞത്. തൊട്ടു മുകളിലെ ഹദീസിൽ ഞാൻ എൻ്റെ കയ്യിനെ റസൂലുള്ളാഹിൻ്റെ ഖമീസിൻ്റെ ജൈബിലൂടെ പ്രവേശിപ്പിച്ചു. ജൈബ് എന്നുള്ളതിന് കീശ എന്നൊരർത്ഥമുണ്ട്. ഈ പറഞ്ഞ ജൈബ് കൊണ്ട് ഉദ്ദേശം തൂക്കുഹുൽ മുഹീത്തു ബിൽ ഉനുഖീന, പെരടിയോട് ചുറ്റിക്കിടക്കുന്ന കോളർ. വൈങ്കാന യുത്ലഖു ഐളൻ അലാമാ യുജ്അലു ഫീ സദ്രി സൗബി ഔ ജംബിഹി, വസ്ത്രത്തിൻ്റെ നെഞ്ചിലായിക്കൊണ്ട് അതല്ലെങ്കിൽ സൈഡിലായിക്കൊണ്ട് വെക്കപ്പെടുന്ന ഒരു സാധനമുണ്ട്. ലിയൂളഅ ഫീ ഷൈഉ, അതിൽ വസ്തുക്കളെ വെക്കപ്പെടാൻ വേണ്ടിയിട്ട് കീശ എന്ന് പറയും. അതിനും പറയാറുണ്ട് ജൈബ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ അതല്ല ഉദ്ദേശം. വഹാദാ യദുല്ലു അല അന്ന ജൈബ ഖമീസിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല സദ്രി കമാ ഹുവൽ മുഅ്തദുൽ ആന, ഇപ്പോഴൊക്കെ പതിവുള്ളതുപോലെ കീശ നെഞ്ചിൻ്റെ മേലാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ ഖമീസിൻ്റെ ജൈബും നെഞ്ചിൻ്റെ മേലാണ് എന്ന് അറിയിക്കുന്നു, അങ്ങനെ കീശ എന്ന അർത്ഥം വെക്കുമ്പോൾ. ഖാലൽ ജലാലു സുയൂത്തിയു, ഇമാം ജലാലു സുയൂത്തി തങ്ങൾ പറയാണ്, വദന്ന മൻ ലാ ഇൽമ ഇൻദഹു അന്നഹു ബിദ്അത്തുൻ, അറിവില്ലാത്ത ചില ആൾക്കാർ ഇങ്ങനെ നെഞ്ചിൻ്റെ മേലെ കീശ വെക്കൽ ബിദ്അത്താണെന്ന് വിചാരിച്ചവരുണ്ട്. വലൈസ കമാ ദന്ന, കാര്യവും വിചാരിച്ചതുപോലെയല്ല, അത് ബിദ്അത്തൊന്നല്ല, അത് പറ്റുന്ന കാര്യം തന്നെയാണ്. അൽ മവാഹിബുൽ ലദുന്നിയ എന്ന് പറഞ്ഞ ബാജൂരി, പേജ് 81. ഹദ്ദസന സുവൈദ് ബിൻ നസ്രിൻ ഖാല ഹദ്ദസന അബ്ദുല്ലാഹി ബിൻ മുബാറക്, അങ്ങനെ പറഞ്ഞു പോയി. അൻ അബീ സഈദിനിൽ ഖുദരി റളിയല്ലാഹു അൻഹു വഅൻഹും അന്നഹു ഖാൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു, ഇദസ്തജദ്ദ സൗബൻ, റസൂലുള്ളാഹ് ഒരു പുതിയ വസ്ത്രത്തെ ആക്കിക്കഴിഞ്ഞാൽ, റസൂലുള്ളാഹിക്ക് ഒരു പുതിയ വസ്ത്രം ലഭിക്കുമ്പോൾ, ഐ സയ്യറഹു ജദീദൻ വൽ മുറാദു ഹാഹുന ലബിസ സൗബൻ ജദീദ, റസൂലുള്ളാഹ് ഒരു പുതിയ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ സമ്മാഹു ബിസ്മിഹി, റസൂലുള്ളാഹ് അതിൻ്റെ പേരുകൊണ്ട് പേര് പറയും. ഇമാമത്തൻ തലകെട്ടുന്നോ, ഔ കമീസൻ അത് നീളക്കുപ്പായെന്നോ, ഔ റിദ എന്നതിന് മേൽത്തട്ടെന്നോ എന്തെങ്കിലുമൊക്കെ പേര് പറയും. അപ്പോൾ റസൂലുള്ളാഹ് അതല്ലാത്ത മറ്റു അരയുടുപ്പ്, അതുപോലെ സിർവാല്, ഹുഫ അതുപോലെയുള്ളത്. അപ്പോൾ റസൂലുള്ളാഹ് പറയും, റസഖനി അല്ലാഹു ഹാദൽ ഖമീസ ഔ കസാനി ഹാദിഹിൽ ഇമാമത്ത, പോലെയുള്ള പ്രയോഗങ്ങൾ റസൂലുള്ളാഹ് പറയും. ആ വസ്ത്രത്തിൻ്റെ പേര് പറഞ്ഞ്, ഈ വസ്ത്രം അള്ളാഹു എന്നെ ധരിപ്പിച്ചു, ഈ നീളക്കുപ്പായം, അതല്ലെങ്കിൽ ഈ തലയെകെട്ട്, അതല്ലെങ്കിൽ ഈ മേൽത്തട്ടം, അതല്ലെങ്കിൽ ഈ അരയുടുപ്പ് എന്നിങ്ങനെ റസൂലുള്ളാഹ് പേര് പറഞ്ഞുകൊണ്ട് പറയും. സുമ്മ യഖൂലു, പിന്നെ പറയും, അല്ലാഹുമ്മ ലക്കൽ ഹംദു കമാ കസൗതനീഹി അസ്അലുക ഖൈറഹു വ ഖൈറ മാ സുനിഅ ലഹു വ അഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിഅ ലഹു. ഇങ്ങനെ ഈ ദുആ നടത്തൽ സുന്നത്താണ്. വസ്ത്രത്തിൻ്റെ പേര് പറയണം എന്നൊന്നുമില്ല. അള്ളാഹുവെ, നിനക്കാണ് സർവസ്തുതിയും, കമാ കസൗതനീഹി, ഇതിനെ എനിക്ക് നീ ധരിപ്പിച്ചതിന് വേണ്ടി, കമാ എന്നുള്ളത് തഅലീലിന് വേണ്ടിയുള്ളതാണ്. അസ്അലുക ഖൈറഹു വ ഖൈറ മാ സുനിഅ ലഹു, ഇതിൻ്റെ ഖൈറിനെയും
ഇതിനെ എന്തിനു വേണ്ടി ഉണ്ടാക്കപ്പെട്ടുവോ അതിൻ്റെ നന്മയെയും നിന്നോട് ഞാൻ ചോദിക്കുന്നു. അഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിഅ ലഹു. ഈ ദുആ നടത്തുന്നതിൻ്റെ മുമ്പ് റസൂലുള്ള ബിസ്മി കൂടി ചൊല്ലാറുണ്ട്. കാരണം ബിസ്മി വസ്ത്രം ധരിക്കുമ്പോൾ സുന്നത്താണല്ലോ. അപ്പോൾ ബിസ്മി കൂടി ചൊല്ലിയ ശേഷമാണ് ഈ ദുആ നടത്താറുള്ളത്. അടുത്ത ഹദീസ് ഹദ്ദസനാ ഹിശാം ബിൻ യൂനുസ് അൽ കൂഫിയു എന്ന് പറഞ്ഞുകൊണ്ട് അൻ അബീ സഈദിൽ ഖുദരി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഹവഹു. അവർ അബീ സഈദിൽ ഖുദരി എന്നവർ റസൂലുള്ളാഹിനെ തൊട്ട് ഈ ഹദീസിൻ്റെ നഹവിനെ, നഹവ് എന്ന് പറഞ്ഞാൽ മഅനയിൽ ഇതേപോലെയുള്ളതാണ്. ഇനി മിസ്ലഹു എന്ന് പറയുമ്പോൾ ലഫ്ലിൽ എന്നാണ് ഉദ്ദേശം. നഹവും മിസ്ലും തമ്മിലുള്ള വ്യത്യാസം അതാണ്. നഹവ് ആകുമ്പോൾ മഅനയിൽ ഇതേ മാതിരി തന്നെയാണ് ഹദീസ്. മിസ്ലഹു എന്ന് പറയുമ്പോൾ ലഫ്ലിൽ ഇതുപോലെയാണ് എന്ന ഉദ്ദേശമാണ്. ജമ്മുൽ വസായിൽ 1:114. അടുത്ത ഹദീസ് ഹദ്ദസനാ മുഹമ്മദ് ബിൻ ബസ്സാരിൻ എന്ന് പറഞ്ഞുകൊണ്ട് അൻ അനസ് ബിൻ മാലിക്കിൻ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല കാന അഹബ്ബു സിയാബി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൽബസുൽ ഹിബ്റത്ത. റസൂലുള്ളാഹിനെക്കുള്ള വസ്ത്രങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ളതായിരുന്നു, റസൂൽ തന്നെ അതിനെ ധരിക്കുന്നവരായ നിലയ്ക്ക് ഹിബ്റത്തായിരുന്നു. ഹിബ്റത്ത്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞത് ഏറ്റവും ഇഷ്ടമുള്ളത് കമീസാണെന്ന് പറഞ്ഞു, ഇവിടെ ഹിബ്റത്താണെന്ന് പറഞ്ഞു. ഇത് ചുവന്ന വരകളുള്ള യമനിൽ നിന്നുള്ളതായ ഒരു ഇനം വസ്ത്രമാണ്. അപ്പോൾ ഇത് തസ്യീനിന് വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന വസ്ത്രമാണ്. മേൽത്തട്ടം ധരിക്കുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് റസൂലുള്ളാഹിക്ക് ഹിബ്റത്തായിരുന്നു എന്ന ഒരു ജംആണല്ലോ ഇപ്പോൾ നേരത്തെ കണ്ടത്. അപ്പോൾ ആ നിലക്ക് വെച്ചാൽ മതി. അടുത്ത ഹദീസ് ഹദ്ദസനാ മുഹമ്മദ് ബിൻ ഗൈലാന എന്ന് പറഞ്ഞു തുടങ്ങി അൻ ഔനി ബിൻ അബി ജുഹൈഫത്ത അൻ അബീഹി ഖാല. ജുഹൈഫത്ത് എന്നവർ പറയാണ്, അബു ജുഹൈഫത്ത് എന്നവർ പറയാണ്, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞാൻ കണ്ടു, യത്രത്തിൽ വ അലൈഹി ഹുല്ലത്തുൻ ഹംറാ, റസൂലുള്ളാഹിൻ്റെ മേലുണ്ട് ചുവന്ന, ശരീരം മുഴുവൻ മറക്കുന്ന ഒരു വസ്ത്രമുണ്ട്. കാന്നി, നിശ്ചയം ഞാൻ, അൻളുറു ഇലാ ബരീഖി സാഖൈഹി, ആ റസൂലുള്ളാഹിൻ്റെ 2 തണ്ടങ്കാലിൻ്റെ ആ തിളക്കം കൊണ്ട് നോക്കുന്നവനെ പോലെയാണ്. അത് ഉറപ്പായിട്ടും അങ്ങനെ തിളക്കം കാണുന്നു. ഖാല സുഫിയാനു ഉറാഹ ഹിബറത്തൻ, സുഫിയാൻ എന്നവർ പറയുന്നു, ഹദീസിൻ്റെ റാവിയിൽപ്പെട്ട സുഫിയാൻ എന്നവർ, ഇതിനെ ഞാൻ മനസ്സിലാക്കുന്നത് ഹിബറത്താണ് എന്നാണ്. അദുന്നുൽ ഹുല്ലത്തൽ ഹംറാ മുഖത്തത്തൻ ലാ ഹംറാ ഖാനിയത്തൻ, ഇത് ഒരു ഹിബറത്താണ് എന്ന് പറഞ്ഞാൽ തനിച്ച ചുവപ്പ് എന്നല്ല, വരയും കുറിയൊക്കെ ഉള്ള ഒരു ചുവപ്പ് എന്ന അർത്ഥത്തിലാണ്. ഹുല്ലത്തുൻ ഹംറ എന്ന് പറഞ്ഞാൽ ചുവന്ന, ശരീരം മുഴുവൻ മറക്കുന്ന ഒരു വസ്ത്രം എന്ന് പറയുമ്പോൾ തനി ചുവപ്പാണ്, വരയും കുറിയൊന്നും ഇല്ല എന്നൊക്കെയാണ് വരിക. അതിന് വിശദീകരണം കൊടുത്തിട്ടാണ് സുഫിയാൻ എന്നവർ, ഇതിനെ ഞാൻ മനസ്സിലാക്കുന്നു അത് ഹിബറത്താണ്, വരയും കുറിയുമുള്ള ഒരു ചുവപ്പാണ്, തനി ചുവപ്പല്ല. അങ്ങനെ പറയാൻ കാരണം തനി ചുവപ്പ് ധരിക്കൽ അത് റസൂലുള്ളാഹി തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി എങ്ങനെ അത് ധരിക്കരുത് എന്ന്, തനി ചുവപ്പ് ധരിക്കരുത് എന്നുള്ള നഹിയ് തന്നെ തൻസീഹിന് വേണ്ടിയാണ്, തഹരീമിന് വേണ്ടിയല്ല. ഇനി റസൂലുള്ളാഹി അങ്ങനെ ധരിച്ചു എന്ന് വന്നാൽ തന്നെ അത് ജവാസിനെ ബയാൻ ചെയ്യാൻ വേണ്ടിയുമാണ്. അപ്പോൾ പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹിക്ക് അത് ഉജൂബാണ്,
എന്നാൽ പോലും റസൂൽ നമ്മളോട് ധരിക്കരുത് എന്ന് നിരോധിച്ചത് അത്തരം വസ്ത്രങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഷാഫി മദ്ഹബിൽ അത് കറാഹത്തോ ഖിലാഫുൽ ഔലയോ ഒന്നും ഇല്ല എന്നുമാണ് ഹുക്കുമ്. അടുത്ത ഹദീസ് അനിൽ ബറാഇ ബിൻ ആസിബിൻ ഖാല മാ റഅയ്തു അഹദൻ മിനൻ നാസി അഹ്സന ഫി ഹുല്ലത്തിൻ ഹംറാ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് കുറച്ച് മുമ്പ് കഴിഞ്ഞു പോയതാണ്. ജനങ്ങളിൽ ഒരാളെയും ഞാൻ കാണുന്നില്ല ഏറ്റവും ഭംഗിയുള്ളവരായിട്ട് ഈ ശരീരം മുഴുവൻ മറയുന്ന ചുവന്ന വസ്ത്രത്തിൽ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു റസൂലിനേക്കാണ്. അപ്പോൾ അത് ധരിച്ചാൽ ഏറ്റവും ഭംഗിയുള്ളവരായിട്ട് അള്ളാഹു റസൂലിനെയാണ് ഞാൻ കാണുന്നത്. നിശ്ചയം കാനത്ത് ജുമ്മത്തുഹുല തദ്രിബു ഖരീബൻ മിൻ മങ്കിബഹി. റസൂലുള്ളാഹിൻ്റെ ജുമ്മത്ത്, തലയിലുള്ള മുടി അത് ചേരും രണ്ട് ചുമലിനോട് അടുത്തായിട്ട്. ഇതിൻ്റെ വിശദീകരണങ്ങളൊക്കെ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി അടുത്ത ഹദീസ് അൻ അബീ റിംസത്ത ഖാല റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിനെ ഞാൻ കണ്ടു. അബീ റിംസത്ത് എന്നൊരു പറയാണ്. വ അലൈഹി ബുർദാനി അഖ്ളറാനി, റസൂലുള്ളാഹിൻ്റെ മേലുണ്ട് വരയും കുറിയുമുള്ള രണ്ട് പച്ച വസ്ത്രമുണ്ട്. അഖ്ളർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൗനുഹുമ മുഖത്തൈനി ബി ഖുതൂത്തിൻ ഖുദ്രിൻ, പച്ച വരകളെ കൊണ്ട് വര കൊടുക്കപ്പെട്ട രണ്ട് വസ്ത്രം റസൂലുള്ളാഹിന്റെ മേലുണ്ടായിരുന്നു. അടുത്ത ഹദീസ് അൻ ഖൈലത ബിന്തി മഖ്റമത ഖാലത്ത്, അവർ പറയാണ് റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, റസൂലുള്ളാഹിനെ ഞാൻ കണ്ടു. വ അലൈഹി, റസൂലുള്ളാഹിന്റെ മേലുണ്ട് അസ്മാലു മുലയ്യത്തൈനി, റസൂലുള്ളാഹിന്റെ മേല് അസ്മാല് എന്ന് പറഞ്ഞത് വൽഹാലു അന്ന അലൈഹി അസ്മാലു മുലയ്യത്തൈനി. വൽ അസ്മാലു ജമ്മു സമലാണ്, സബബിൻ്റെ ജമ്മു അസ്ബാബ് എന്ന് പറയുന്നത് പോലെ സമലിൻ്റെ ജമ്മു അസ്മാല്. വഹുവ സൗബുൽ ഖലിഖു എന്നാണ്, പഴകിയ വസ്ത്രം. പഴകിയ വസ്ത്രം റസൂലുള്ളാഹിന്റെ മേല് ഉണ്ട് എന്നാണ് ആ പറഞ്ഞത്. അപ്പോൾ മുലയ്യത്ത് കാനത്ത ബി സഅഫറാനിൻ, അത് രണ്ടും സഅഫറാൻ കൊണ്ടുള്ളതാണ്, കുങ്കുമം കൊണ്ടുള്ളതാണ്, കുങ്കുമം കൊണ്ട് ചായം കൊടുക്കപ്പെട്ടതാണ്. വഖദ് നഫലത്ഹു, നിശ്ചയം ആ വസ്ത്രം കുങ്കുമത്തിൻ്റെ നിറം മങ്ങിയതാക്കിയിട്ടുണ്ട്. മുലയ്യത്ത് എന്നുള്ളത് മുലാഅത്ത് എന്നുള്ളതിൻ്റെ തസ്ഗീറാണ്. മുലാഅത്ത് എന്ന് പറഞ്ഞാൽ കുല്ലു സൗബിൻ ലം യുളമ്മ ബഅദുഹു ഇലാ ബഅദിൻ ബി ഖൈത്തിൻ, ഒരു വസ്ത്രം അതിൻ്റെ അല്പത്തെ മറ്റു അല്പവുമായിട്ട് നൂലുകൊണ്ട് കൂട്ടപ്പെട്ടിട്ടില്ല. ബൽ കുല്ലുഹു നസ്റ്റുൻ, അത് എല്ലതും ഒറ്റ തുന്നലാണ്, ഒറ്റ നെയ്ത്താണ്. നസ്റ്റുൻ വാഹിദിൻ, ഒറ്റ നെയ്ത്ത് എന്ന് പറഞ്ഞാൽ തുന്നി കൂട്ടിയ ഒരു വസ്ത്രം അല്ല, ഒരു വിരി പോലെയുള്ള വസ്ത്രം. അപ്പോൾ റസൂലുള്ളാഹിന്റെ മേലുണ്ടായിരുന്നു അസ്മാലു മുലയ്യത്തൈനി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടിത്തുന്നാത്ത ചെറിയ രണ്ട് പഴകിയ വിരി പോലെയുള്ള വസ്ത്രം, രണ്ട് തോർത്തുണ്ട് പോലെയുള്ള രണ്ട് വസ്ത്രം എന്നർത്ഥം. കാനത്താ ബി സഅഫറാനിൻ, അത് രണ്ടും കുങ്കുമം കളർ കൊടുക്കപ്പെട്ടതാണ്. ആ കുങ്കുമം അതിൻ്റെ നിറത്തെ മങ്ങിയതാക്കിയിട്ടുണ്ട്. ആ വസ്ത്രം ആ കുങ്കുമത്തിൻ്റെ നിറത്തെ മങ്ങിയതാക്കിയിട്ടുണ്ട്. വസ്ത്രം പഴകിയതുകൊണ്ട് കുങ്കുമ നിറമൊന്നും കാണാനില്ല എന്നർത്ഥം. വഖദ് നഫലത്തിൽ അസ്മാലു അസ്സഅഫറാന,
വലം യബുക്ക മിന്നു ഇല്ലൽ അസറുൽ ഖലീലു. ഈ പഴകിയ തുണികളായതുകൊണ്ട് അതാ കുങ്കുമത്തിനെ നിറം മങ്ങിയതാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുറഞ്ഞ ഒരു അടയാളമല്ലാതെ ഒന്നും ഇല്ല എന്നർത്ഥം. വഫിൽ ഹദീസ് ഖിസ്സത്തുൻ തവീലത്തുൻ. ഈ ഹദീസിൽ നീണ്ട ചരിത്രമുണ്ട്. ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഒരു നീണ്ട ഹദീസിൻ്റെ അല്പമാണിത്. അടുത്ത ഹദീസ് അനിബിൻ അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ വഅൻഹും ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള പറയാണ്, അലൈക്കും ബിൽ ബയാദി മിനസ് സിയാബി. നിങ്ങൾ വസ്ത്രത്തിൽ നിന്ന് വെളുപ്പ് വസ്ത്രത്തെ ലാസിമാക്കണം, അത് നിങ്ങൾ പിടിച്ചോളൂ. ലിയൽബിസഹ അഹ്യാഉക്കും. അതിനെ നിങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർ ധരിക്കാൻ വേണ്ടി. വകഫിനു ഫിഹാ മൗതാക്കും. അതിൽ നിങ്ങൾ മരിച്ചവരെ കഫൻ ചെയ്യുകയും ചെയ്യുവീൻ. ഫൈനഹ മിൻ ഖൈരി സിയാബിക്കും. കാരണം അത് നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് ഏറ്റവും ഉത്തമമായ വസ്ത്രമാണ്. അലൈക്കും എന്ന് പറഞ്ഞാൽ ഇൽസമു ലുബ്സൽ അബിയദി. വെള്ള വസ്ത്രം ധരിക്കലിനെ നിങ്ങൾ പതിവാക്കണം, അതിനെ ലാസിമാക്കണം എന്ന് പറഞ്ഞാൽ അത് തന്നെ എപ്പോഴും ധരിക്കണം എന്നർത്ഥത്തിൽ. അടുത്ത ഹദീസ് അൻ സമുറത ബിൻ ജുന്ദുബിൻ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി പറഞ്ഞു, ഇൽബസുൽ ബയാദ. വെള്ള വസ്ത്രത്തെ നിങ്ങൾ ധരിക്കൂ. ഫൈനഹ അത്ഹറു വ അത്യബു. അത് ഏറ്റവും ശുദ്ധമായതും ഏറ്റവും നല്ലതുമാണത്. പിന്നെ വകഫിനു ബിഹാ മൗതാക്കും. ആ വെള്ള വസ്ത്രത്തിൽ നിങ്ങൾ മരിച്ചവരെ നിങ്ങൾ കഫൻ ചെയ്യുകയും ചെയ്യുവീൻ. അടുത്ത ഹദീസ് അൻ ആയിഷത റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത ഖദാത്തിൻ. ഒരു പ്രഭാതത്തിൽ റസൂലുള്ള പുറപ്പെട്ടു. വ അലൈഹി മിറുത്തുൻ. റസൂലുള്ളാൻ്റെ മേൽ മിറുത്തുണ്ട്. മിൻ ഷാരിൻ അസ്വദ. കറുത്ത രോമത്തിനാലുള്ള ഒരു രോമവസ്ത്രം റസൂലുള്ളാൻ്റെ മേലുണ്ട്. അടുത്ത ഹദീസ് അൻ ഉർവത്ത് ബിനുൽ മുഗീറത്ത് ബിൻ ശുഅബത അൻ അബീഹി. അപ്പോൾ മുഗീറത്ത് ബിൻ ശുഅബ അവർ പറയാണ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലബിസ ജുബ്ബത്തൻ ദയ്യിഖത്തൽ കുമ്മൈനി. റസൂലുള്ളാഹി തങ്ങൾ ധരിച്ചു ഒരു ജുബ്ബയെ, അതിൻ്റെ രണ്ട് കഫും ഇടുക്കമായതാണ്, ഞെരുക്കമായതാണ്. മുഴം കഴിഞ്ഞ് പുറത്തേക്ക് ആക്കാൻ ഉദ്ദേശിച്ചാൽ അത് കഴുകാൻ വേണ്ടി ഉദ്ദേശിച്ച പ്രയാസമാണ്. അപ്പോൾ പിന്നെ കുപ്പായ മാറിലൂടെ പുറത്തേക്ക് എടുക്കേണ്ടി വരും എന്നർത്ഥം. അപ്പോൾ യാത്രയിലൊക്കെ കുപ്പായ കഫ് ഇടുക്കമായതാവൊരു സുന്നത്താണ്. നാട്ടിലാവുമ്പോഴല്ല. കാരണം അത് യാത്രയിൽ ഈ കൈകൾക്ക് ചൂടും തണുപ്പും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ന നിലക്കാണ് അത് പറഞ്ഞത്. ലാസ്റ്റ് പറഞ്ഞ ഹദീസിൽ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലബിസ ജുബ്ബത്തൻ റൂമിയത്തൻ ദയ്യിഖത്തൽ കുമ്മൈനി. റൂമിയത്തൻ എന്നും കൂടി അവിടെയുണ്ട്. അതിനെ യാത്രയിലാണ് റസൂലുള്ളാഹി തങ്ങൾ അതിനെ ധരിച്ചത്. റൂമിയത്ത് എന്ന് പറയുമ്പോൾ റൂമിലേക്ക് നിസ്ബ ചെയ്തുകൊണ്ടുള്ളതാണ് ആ പറഞ്ഞിട്ടുള്ളത്. വേറെ കുറേ റിവായത്തുകളിൽ ഷാമിയത്തുണ്ട്, ഷാമിലേക്ക് നിസ്ബ ചെയ്തുകൊണ്ടിട്ട്. ആ രണ്ട് റിവായത്തുകളും തമ്മിൽ വൈരുദ്ധ്യം ഇല്ല. കാരണം ലി അന്നശാമ കാനത്ത് യൗമഇദിൻ മസാക്കിന റൂമി. അന്ന് ഈ കാലഘട്ടത്തിൽ ഷാം റോമിൻ്റെ ഭാഗമായിരുന്നു എന്നർത്ഥം. അപ്പോൾ ഷാമിലേക്കോ റോമിലേക്കൊക്കെ ചേർത്തി പറയുന്നത് അവിടുത്തെ ആളുകൾ ഉണ്ടാക്കിയ വസ്ത്രമാണത് എന്നുള്ളത് കൊണ്ട്. വെള്ളവസ്ത്രം ധരിക്കൽ ഫയുസന്നു ലുബുസുഹ, അത് ധരിക്കൽ സുന്നത്താണ്.
വയുഹ്സിനു ഈസാറുഹ ഫിൽ മഹാഫിലി, സദസ്സുകളിലൊക്കെ അതിനെ തന്നെ തിരഞ്ഞെടുക്കൽ വളരെ നല്ലതുമാണ്. കശുഹൂദിൽ ജുമുഅത്തി, ജുമുഅക്ക് ഹാജരാകും പോലെ, വഹുദൂരിൽ മസ്ജിദി, പള്ളിയിൽ ഹാജരാകുക, വൽ മജാലിസില്ലത്തി ഫിഹ മദിന്നത്തു ലിഖായിൽ മലായിക്കത്തി, മലക്കുകൾ ഇവനെ കണ്ടുമുട്ടലിനെ വിചാരിക്കാവുന്ന ചില സദസ്സുകൾ, കമജാലിസിൽ ഖിറാഅത്തി വദിക്രി, ദിക്റിൻ്റെയും ഖുർആനോത്തിൻ്റെയും ഒക്കെ സദസ്സുകളെ പോലെ. അപ്പോൾ അത്തരം സദസ്സുകളിലേക്കൊക്കെ പോകുമ്പോൾ വെള്ള വസ്ത്രം ധരിക്കുക. പിന്നെ പെരുന്നാൾ ദിവസം ഏറ്റവും നല്ലത് വില കൂടിയ വസ്ത്രമാണ്, വെള്ള വസ്ത്രം അല്ലെങ്കിൽ പോലും. കാരണം അവിടെ ഭംഗിയെ വെളിവാക്കുക എന്നുള്ളതാണ്, നിഅമത്തിനെ വ്യക്തമാക്കുക എന്നുള്ളതൊക്കെയാണ്. അത് വില കൂടിയതാകുമ്പോഴാണ് കൂടുതൽ യോജിപ്പ്. മരിച്ചവരെ വെള്ള വസ്ത്രത്തിലാണ് കഫൻ ചെയ്യേണ്ടത്. കാരണം മുവാജഹത്തിൽ മയ്യിത്തിൽ മലായിക്കത്തി, മലക്കുകളെ മായിട്ട് കൂടി കാണുന്നതിന് വേണ്ടി ആണല്ലോ മയ്യത്ത് മലക്കുകളെ മുഖാമുഖം കാണും. അപ്പോൾ അതുകൊണ്ട് മലക്കുകളെ കാണുന്ന സമയത്ത് അവരുടെ സദസ്സിലേക്ക് ചെല്ലുമ്പോഴൊക്കെ വെള്ള വസ്ത്രമാകുക. ഇവിടെ ഈ ബാബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ള വസ്ത്രം ധരിച്ചു എന്ന് പറയുന്ന ഹദീസുകൾ പറഞ്ഞു കണ്ടിട്ടില്ല. അതോടൊപ്പം വെള്ള വസ്ത്രം ധരിക്കാൻ റസൂലുള്ളാഹി തങ്ങൾ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റസൂലുള്ള വെള്ള വസ്ത്രം ധരിച്ചു എന്ന് വ്യക്തമാക്കുന്നതില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെള്ള വസ്ത്രം ധരിക്കാൻ പ്രേരിപ്പിക്കുമ്പോൾ നബി തങ്ങളും അത് ധരിച്ചിരിക്കണമല്ലോ. അതിന് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, വഖദ് വറദ തസ്രീഹു ബി അന്നഹു കാന യൽബസുഹു ഫീമാ റവാഹു ശൈഖാനി അൻ അബീ ദർദിൻ ഹൈസു ഖാല അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂദർ തങ്ങൾ പറയാണ്, റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് ഞാൻ ചെന്നു. വ അലൈഹി സൗബുൻ അബിയദു, വസ്ത്രത്തിൽ റസൂലുള്ളാഹിൻ്റെ മേൽ വെള്ള വസ്ത്രമുണ്ട്, ആ അവസ്ഥയിൽ എന്ന് അബൂദർ തങ്ങളെ തൊട്ടുള്ള ഒരു ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ള വെള്ള വസ്ത്രം ധരിക്കാൻ പ്രേരിപ്പിച്ചതുപോലെ തന്നെ റസൂൽ ധരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതും ഹദീസിൽ വന്നിട്ടുണ്ട്. ഈ ബാബിൽ അത് പറഞ്ഞിട്ടില്ലെങ്കിലും. അൽ മവാഹിബുൽ ലദുന്നിയ എന്ന ബാജൂരിയിൽ കാണാൻ കഴിയും, ഉലിമ മിൻ കലാമിഹിം ഫി ഹാദൽ ബാബി, ഹദീസിൻ്റെ ഷുറാഹിൻ്റെ കലാമിൽ നിന്ന് അറിയപ്പെട്ടിരിക്കുന്നു ഈ ബാബിൽ, അന്നൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആഥറ റസാസത്തുൽ മൽബസ്, റസൂലുള്ള താഴ്ന്ന ഐറ്റം വസ്ത്രം തിരഞ്ഞെടുത്തവരാണ്. ഫകാന അക്സറു ലുബുസിഹി അൽ ഖസിന മിന സിയാബി, റസൂലുള്ളാഹിൻ്റെ വസ്ത്രങ്ങളിൽ നിന്ന് അധികരിച്ചതും പിന്നെ പരുപരുത്ത വസ്ത്രമായിരുന്നു, മിനുസമുള്ളത് കുറവാണ്. ചിലപ്പോൾ റസൂലുള്ള രോമവസ്ത്രം ധരിക്കാറുണ്ട്. വലം യഖ്തസിർ മിനൽ ലിബാസി അലാ സിൻഫിൻ ബി ഐനിഹി, ഏതെങ്കിലും ഒരു നിശ്ചിത ഇനം വസ്ത്രത്തിൻ്റെ മേൽ റസൂലുള്ള ചുരുക്കിയിട്ടില്ല. വലം തത്ലുബ് നഫ്സുഹു വത്തഗാലിയ ഫീഹി, ഈ വസ്ത്രത്തിൽ ഒരു അമിതത്വം അതല്ലെങ്കിൽ വില കൂടിയത് എന്നിങ്ങനെയുള്ള രീതിയിലൊന്നും റസൂലുള്ളാഹിന്റെ നഫ്സ് തേടിയിട്ടില്ല. ബലിഖ്തസറ അലാമ തദ്ഉ ഇലൈഹി ദറൂറത്തുഹു, റസൂലുള്ളാഹിക്കുള്ള നിർബന്ധിത സാഹചര്യം തേടുന്നതനുസരിച്ചു കൊണ്ട് റസൂലുള്ള ചുരുക്കിയിരുന്നു. ലാകിന്നഹു കാന യൽബസു റഫീഅ മിന്നു അഹ്യാനൻ, ചിലപ്പോഴൊക്കെ ഉന്നത വസ്ത്രം, നല്ല വിലപ്പൊടിച്ച വസ്ത്രം, നല്ല വസ്ത്രമൊക്കെ ധരിക്കാറുണ്ട്. ഫഖദ് ഉഹദിയത് ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുല്ലത്തുൻ ഉസ്തുരിയത്ത് ബിസലാസത്തിൻ വസലാസീന ബഈറൻ ഔ നാഖത്തൻ, 33 ഒട്ടകമോ കുതിരയോ ഒക്കെ കൊടുത്ത് വാങ്ങിയ ഒരു ഹുല്ലത്ത്,
റസൂലുള്ളാഹിക്ക് ഉണ്ടായിരുന്നു. 33 ഒട്ടകത്തെ നൽകി വാങ്ങിയത്. അങ്ങനെ വാങ്ങിയ ഒരു ഹുല്ലത്ത് റസൂലുള്ളാഹിക്ക് ഹദിയയായി നൽകപ്പെട്ടിരുന്നു. അങ്ങനെ റസൂലുള്ളാഹി അതിനൊരു പ്രാവശ്യം ധരിച്ചിട്ടുണ്ട്. സറാബീൽ എന്നുള്ളത് റസൂലുള്ളാഹിൻ്റെ അനന്തര സ്വത്തിൽ എത്തിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും റസൂലുള്ളാഹിനെ ധരിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രബലമായ വീക്ഷണം. സറാബീൽ ധരിച്ചവരിൽ ആദ്യത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണെന്ന് കാണാൻ. അവലുമൻ ലബിസഹ ഇബ്രാഹിമുൽ ഖലീൽ, ആദ്യമായി സറാബീൽ ധരിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമാണ്. അതുപോലെ തന്നെ ഇബ്നു മസ്ഊദ് ഉദ്ധരിക്കുന്ന മർഫൂആയ ഹദീസിൽ കാന അലാ മൂസ അലൈഹിസ്സലാം ഹീന കല്ലമഹു റബ്ബുഹു, മൂസാ നബി അലൈഹിസ്സലാമിനോട് തൻ്റെ റബ്ബ് സംസാരിച്ചപ്പോൾ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ മേലുണ്ടായിരുന്നു കസാഉം മിൻ സൂഫിൻ വ കലൻസുവത്തും മിൻ സൂഫിൻ വ ജുബ്ബത്തും മിൻ സൂഫിൻ വ സറാവീലു മിൻ സൂഫിൻ, രോമത്തിനാലുള്ള കരിമ്പടം, തൊപ്പി, അതുപോലെ തന്നെ ജുബ്ബ, അതുപോലെ സറാവീൽ, ഈ ഫാൻറ് പോലെയുള്ള വസ്ത്രം ഒക്കെ ഉണ്ടായിരുന്നു. വകാനത്ത് നഅലാഹു മിൻ ജിൽദി ഹിമാരിൻ മയ്യിത്തിൻ, ഒരു കഴുതയുടെ തോലിൻ്റെ ചെരുപ്പായിരുന്നു ബഹുമാനപ്പെട്ടവരുടേത്. ഇങ്ങനെയൊക്കെ കാണാൻ കഴിയും. വഖദ് തബിഅ അസ്സലഫുൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി റസാസത്തിൽ മൽബസി, സലഫു സാലിഹീങ്ങളൊക്കെ റസൂലുള്ളാഹിനോട് ഈ താഴ്ന്ന വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ പിന്തുടർന്നവരാണ്. ഇദ്ഹാറൻ ലി ഹഖാറത്തി മാ ഹഖറല്ലാഹു തആല. അപ്പോൾ ഈ രീതിയിലാണ് റസൂലുള്ളാഹിൻ്റെ വസ്ത്രത്തിൻ്റെ രീതി ഉള്ളത്. അപ്പോൾ നല്ല രൂപവും വസ്ത്രധാരണയും ഒന്നും വേണ്ട എന്ന അർത്ഥത്തിലല്ല. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാല എന്ന് ഹദീസിലുണ്ട്. വേറെ റിവായത്തിൽ നദീഫുൻ യുഹിബ്ബുൻ നദാഫത്ത എന്നുണ്ട്. വൽ ഖൗലുൽ ഫസ്ലു ഫി ദാലിക അന്ന ജമാലൽ ഹൈഅത്തി യകൂനു താറത്തൻ മഹ്മൂദ, ഒരു മനുഷ്യൻ്റെ ഹൈഅത്ത് ഭംഗിയുള്ളതാവുക എന്നുള്ളത് ചിലപ്പോൾ സ്തുതിക്കപ്പെട്ടതേക്കാരം. വഹുവ മാ അന അലാ താഴത്തിന്, അള്ളാഹ്ക്കുള്ള താഴത്തിൻ്റെ മേൽ സഹായിക്കുന്ന ഒന്ന് ആവുമ്പോൾ അത് സ്തുതിക്കപ്പെട്ടതാണ്. വമിന്നു തജമ്മുൽ മുസ്തഫ ലിൽ വഫൂദി, റസൂലുള്ളാഹി നിവേദക സംഘമൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുള്ള വസ്ത്രമൊക്കെ ധരിച്ചിരുന്നു എന്ന് കാണാം. വയക്കൂനു താറത്ത മദ്മൂമ, ചിലപ്പോൾ ഈ ഹൈഅത്ത് ഭംഗിയാക്കുക എന്നുള്ളത് മോശമായിട്ട് വരും. വഹുവ മാക്കാനല്ലി അജലി ദുന്യാവിൽ ഖുയലായി, ദുന്യാവിന് വേണ്ടിയോ അഹങ്കാരത്തിന് വേണ്ടിയോ ഒക്കെ ആണെങ്കിൽ അത് മോശമാണ്. ബാജൂരി 89. അതുപോലെ ഈ വിശദീകരണങ്ങൾ ജമ്മുൽ വസായിൽ, മുനാവി പോലെയുള്ള അഷ്റഫുൽ വസായിൽ തുടങ്ങിയ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെയാണ് ഈ വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുള്ളത്.